നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു പകൽ മുഴുവൻ ഉപവസിക്കണം. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ വന്ന് മുട്ടിലിഴഞ്ഞുകൊണ്ട് 108 തവണ ഈ ക്ഷേത്രം പ്രദക്ഷിണം വെക്കണം. ഇപ്പൊ മനസ്സിലായല്ലോ ഈ നേർച്ച എത്ര പ്രയാസകരമാണെന്ന്. അതൊന്നും സാരല്ല സ്വാമിജി, ഞാൻ ഈ നേർച്ച പൂർത്തിയാക്കിയിരിക്കും. നേർച്ച നടത്താൻ തയ്യാറായാൽ എത്ര ശ്രമപ്പെട്ടും നേർച്ച പൂർത്തിയാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ കൊടിയ ശാപത്തിന് ഇരയാകേണ്ടി വരും. അത് ഓർമ്മ വേണം. ചിലപ്പോ ശാപത്തിന്റെ ഫലമായി പ്രാണൻ പോലും നഷ്ടപ്പെട്ടെന്ന് വരാം. എന്റെ ഭർത്താവിന് വേണ്ടി ഞാനത് തീർച്ചയായും ചെയ്തിരിക്കും. ദേവി മഹാമായാണ് സത്യം. സർവവരദായനിയായ ജഗദംബിക മോളെ അനുഗ്രഹിക്കട്ടെ. ആ കുട്ടി ചെന്ന് പ്രസാദം വാങ്ങിച്ചോളൂ. ശരി സ്വാമിജി. മാഡം പ്രസാദം. മോളെ, എങ്ങനെയുണ്ടായിരുന്നു ക്ഷേത്ര ദർശനം? ക്ഷേത്രത്തിൽ തിരക്കുണ്ടായിരുന്നോ? അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു മാഡം. നന്നായി തൊഴാനും പ്രാർത്ഥിക്കാനും സാധിച്ചു. ഒരുപാട് മനോവിഷമമായിട്ടാ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയത്. പല പല സംശയങ്ങളും പ്രശ്നങ്ങളും എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അതിനെല്ലാം ഒരു ഉത്തരം കാണാനാകാതെ, പരിഹാര മാർഗം കാണാനാകാതെ ഞാൻ പ്രയാസപ്പെടുകയായിരുന്നു. പക്ഷെ ഭഗവാൻ എന്റെ സങ്കടങ്ങൾക്കെല്ലാം ഒരു വഴി തെളിച്ചു തന്നു. തികച്ചും അത്ഭുതകരമായ ഒരു അനുഭവം എനിക്ക് ക്ഷേത്രത്തിൽ വെച്ചുണ്ടായത്. അതുകൊള്ളല്ലോ. എന്തത്ഭുതമാണ് ക്ഷേത്രത്തിൽ വെച്ച് സംഭവിച്ചത്? ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ദിവ്യനായ ഒരു സ്വാമിജിയെ കണ്ടു. ശരിക്കും അദ്ദേഹം എന്റെ വിഷമങ്ങൾ മനസ്സിലാക്കി എന്റെ സമീപത്തേക്ക് വരികയായിരുന്നു. ദൈവം അദ്ദേഹത്തെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതുപോലെ എനിക്ക് തോന്നിയത്. ഞാനൊന്നും പറയാതെ തന്നെ എന്റെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞു. അത് കേട്ടാ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. മോളെ, 108 തവണ മുട്ടുകാലില് ക്ഷേത്രപ്രദക്ഷിണം വെക്കാന്ന് വെച്ചാ കഠിനമായ നേർച്ചയത്. ഈ നേർച്ച നീ നടത്താൻ പോവുകയാണോ? തീർച്ചയായും. എന്റെ കുട്ടന് വേണ്ടി ഞാൻ ഈ നേർച്ച നടത്തിയിരിക്കും. ഈ നേർച്ച കഠിനമാണെന്നും പാതിയിൽ വെച്ച് നേർച്ച മുടക്കിയാൽ കടുത്ത ശാപം കിട്ടുമെന്നും സ്വാമിജി എന്നോട് പറഞ്ഞിരുന്നു. പ്രയാസമുള്ള നേർച്ചയാണെന്ന് എനിക്കും ബോധ്യമുണ്ട്. പക്ഷേ എത്ര കഠിനമായാലും എത്ര അപകടം പിടിച്ചതായാലും ഞാനത് നിറവേറ്റിയിരിക്കും. എന്റെ കുട്ടന് വേണ്ടി ഞാനത് നിർവഹിച്ചിരിക്കും. മോളെ, കുട്ടന് വേണ്ടി നീ ഈ നേർച്ച നടത്തുന്നതില് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ പ്രയാസേറിയ ഈ നേർച്ച നന്നായിട്ട് ആലോചിച്ച ശേഷം നടത്തുന്നതല്ലേ നല്ലത്. ഈ നേർച്ച പൂർത്തിയാക്കുമ്പോഴേക്കും ഒരുപാട് ശാരീരിക വേദന മോൾക്ക് അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും അത്. ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയമാകും. മഹേട്ടനെ പോലെ തന്നെ എനിക്കും പേടിയുണ്ട് മോളെ. ഇത് വേണോ? സ്വാമിജിയോട് പറഞ്ഞത് തന്നെയാ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. കുട്ടനെ സുഖപ്പെടുത്താൻ വേണ്ടി എന്ത് അപകടവും ഞാൻ നേരിടും. എത്ര വേദനയും ഞാൻ സഹിക്കും. അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. കുട്ടനെ സുഖപ്പെടുത്തി തരാമെന്നൊരു വാക്ക് ഞാൻ മാഡത്തിന് നൽകിയിരുന്നു. എനിക്ക് ആ വാക്ക് പാലിക്കണം. പാലിച്ചേ തീരൂ. അതിനുവേണ്ടി ഞാൻ ഈ നേർച്ച സന്തോഷത്തോടെ നടത്തിയിരിക്കും. മാഡവും സാറും സമാധാനമായിട്ടിരിക്കും. ദേവി എന്നെ കൈവിടില്ല.
സൂക്ഷിച്ച്. പതുക്കെ. കുട്ടാ പതുക്കെ. എവിടെയാ? സൂക്ഷിച്ചു നിൽക്ക്. മലകേ നമുക്കേ ടെമ്പിളിൽ ചെല്ലുമ്പോ പായസം കിട്ടുമോ? കിട്ടും കുട്ടാ. ഇറങ്ങാം മോളെ. ആ പോ മാഡം. ഗോപിക ഋഷി എവിടെ? അച്ഛാ, ആ ഗോപിക രാവിലെ തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് മഞ്ജു ചേച്ചിയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരും. ഓഫീസിൽ തിരക്കില്ലായിരുന്നെങ്കിൽ ഞാനും കൂടി വന്നേനെ. അത് സാരമില്ല, ഗോപിക വരുന്നുണ്ടല്ലോ, അത് മതി. ശരി, എന്നാ നമുക്ക് ഇറങ്ങാം. സിദ്ധുവിന്റെ അസുഖം മാറാനായി മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും അതിനുവേണ്ടി കാര്യമായി പ്രാർത്ഥിക്കുന്നുമുണ്ട്, വഴിപാട് നടത്തുന്നുണ്ട്. അതെല്ലാം പോരാഞ്ഞിട്ട് 108 തവണ മുട്ടിലഴിഞ്ഞ് പ്രദക്ഷിണം വെക്കുകയെന്ന് പറഞ്ഞ ഇതുപോലൊരു നേർച്ച ഞാൻ ഈ അടുത്ത് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അത് മായാന്റിക്ക് ദേവി ചേച്ചി ശരിക്കും അറിയാഞ്ഞിട്ട. ചേച്ചിക്ക് ഒരാളോട് ആത്മാർത്ഥത തോന്നിയാലേ സ്വന്തം ജീവൻ വരെ ബലി കഴിച്ചോന്ന് വരും. അല്ല, ഇവിടെ ദേവിയേക്ക് മാത്രമല്ലേ സിദ്ധുവിന്റെ കാര്യത്തിൽ ആദ്യം ഉത്കണ്ഠയുള്ളൂ. അവനെ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്കും താഴത്തും തലയിലും വയ്ക്കാതെ എടുത്തു വളർത്തി ഇതുവരെ എത്തിച്ച മുത്തശ്ശിക്കും അവന്റെ അച്ഛനോ ഇല്ലാത്ത വേദനയും വെപ്രാളോ ആ ദേവികയ്ക്കും. പ്രഹസനങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. നേർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് ഉള്ളിത്തട്ടി ആവണം. മുത്തശ്ശി, മുത്തശ്ശി എന്റെ ആത്മാർത്ഥതയെ സംശയിക്കരുത്. കുട്ടിന് വേണ്ടി ഞാൻ ചെയ്യുന്നതൊന്നും പ്രഹസനമല്ല. മനസ്സർപ്പിച്ചു തന്നെയാ ഞാൻ ഈ നേർച്ച നടത്താൻ പോകുന്നത്. അത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവി മഹാമായയ്ക്ക് മനസ്സിലാവും. ദേവിക്കെങ്കിലും മനസ്സിലായ മതിയായിരുന്നു. അമ്മേ നിർത്ത്. ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോഴാണോ അനാവശ്യമായി ഈ പരിഹാസം? എന്തിനാണ്? അമ്മയോട് മാത്രമല്ല, മായയോടും അഞ്ജതയോടും കൂടെയാ ഞാനീ പറയുന്നത്. അമ്മയ്ക്ക് സിദ്ധുവിന് ജീവനാണെങ്കിൽ അതുപോലെ തന്നെ ദേവികയ്ക്കും സിദ്ധുവിന് ജീവനാണ്. അതുകൊണ്ടാണ് കഠിനമായി ഈ പരീക്ഷണത്തിന് ദേവിക തയ്യാറാവുന്നത്. അപ്പോൾ ഒരു കാരണമില്ലാതെ ഇവളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത്. അഞ്ജിത എന്തർത്ഥത്തിലാ ദേവികയെ കളിയാക്കിയ? അഞ്ജിതയുടെ സംസാരത്തിന്റെ പൊരുൾ ആർക്കും മനസ്സിലായില്ല എന്ന് കരുതരുത്. ജാനകിയിട്ട് എന്തിനാണ് അഞ്ജിതയെ കുറ്റപ്പെടുത്തുന്നത്? അവള് ദേവികയെ കുറിച്ച് മോശമൊന്നും പറഞ്ഞില്ലല്ലോ. മായ, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കരുത്. മാഡം, വെറുതെ ഒരു തർക്കത്തിന് നിൽക്കണ്ട. അത് ഈ അവസരത്തിൽ നന്നല്ല. ഇപ്പൊ വേണ്ടത് ഈശ്വര ചിന്ത മാത്രം. നമുക്കത് മതി മാഡം. പരിഹസിക്കുന്നവർക്കുള്ള മറുപടി ഭഗവാൻ തന്നെ കൊടുത്തോളൂ. ആരൊക്കെ എന്റെ ആത്മാർത്ഥതയെ സംശയിച്ചാലും എന്നെ കളിയാക്കിയാലും ഞാൻ ക്ഷേത്രത്തിൽ പോകും. നേർന്നതുപോലെ തന്നെ 108 തവണ മുട്ടിലിഴഞ്ഞ് കുട്ടന്റെ ദോഷങ്ങൾക്കുള്ള പരിഹാരക്രിയ പൂർത്തിയാക്കുകയും ചെയ്യും. താല്പര്യമുള്ളവർക്ക് കൂടെ വരാം, ഇല്ലാത്തവർ വരണ്ട. എന്നെ ആരും പിന്തുണയ്ക്കുകയും വേണ്ട. നമുക്ക് ഇറങ്ങാം മാഡം. ശരി, പോവാം മോളെ. സിദ്ധു കുട്ട വാ.
കുട്ടിയുടെ ഭർത്താവിന് ബാധിച്ചിട്ടുള്ള സകല ദോഷങ്ങളും ഒപ്പം ശത്രുദോഷവും മാറിക്കിട്ടാനുള്ള പരിഹാര പൂജയാണ് ഇവിടെ നടക്കുന്നത്. ഈ പൂജ കഴിഞ്ഞതിന് ശേഷം വേണം 108 തവണ കുട്ടി മുട്ടുകാലിൽ ക്ഷേത്രപ്രദക്ഷിണം നടത്തേണ്ടത്. ആ പൂവെടുക്കുക. ഈ ഹോമകുണ്ടത്തിലേക്ക് പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്ന മന്ത്രങ്ങൾ കുട്ടി ഏറ്റു ചൊല്ലണം. ശരി തിരുമേനി. ഓം നമോ നാരായണായ. ഇത് കഴുത്തിലണിഞ്ഞോളൂ. ഇനി 108 തവണ മുട്ടുകാലിൽ പ്രദക്ഷിണം വെച്ചോളൂ. ശരി തിരുമേനി. മാലാഖേ, വേണ്ട മാലാഖേ, നമുക്ക് നിർത്താം. മതി മാലാഖേ. ദേവി മഹാമായ
ഇപ്പോൾ 108 വലം പൂർത്തിയായിരിക്കുന്നു. കുട്ടിയെ എഴുന്നേൽപ്പിച്ചോളൂ. മോളെ സൂക്ഷിച്ചു. സാധാരണ ഈ നേർച്ച അങ്ങനെ ആരും പൂർത്തിയാക്കാറില്ല. അത്ര കഠിനമാണ് മുട്ടുകാലിലുള്ള വലം വയ്ക്കൽ, അതും 108 തവണ. ഇപ്പോൾ തന്നെ ഈ കുട്ടിക്ക് പരസഹായമില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു. കാലിന് വേദന എടുക്കുമ്പോൾ പലരും നേർച്ച പാതി വഴിയിൽ അവസാനിപ്പിച്ചു പോവുകയാണ് പതിവ്. പാതി വഴിയിൽ നേർച്ച അവസാനിപ്പിക്കുന്നത് കഠിനമായ പാപം, ഈശ്വരകോപം ഉണ്ടാകും, ശാപവും കിട്ടും. ഇവിടെ ഈ കുട്ടി അതെല്ലാം അതിജീവിച്ചിരിക്കുന്നു. അതിനു പ്രധാന കാരണം ഈ കുട്ടിക്ക് ഭർത്താവിനോടുള്ള സ്നേഹവും അദ്ദേഹത്തോടുള്ള ആത്മാർത്ഥതയുമാണ്. അതാ ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഈ നേർച്ച ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചത്. മോളെ വാങ്ങിക്കോ. ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. മോളെ സാരി ആകെ കീറിയല്ലോ, നമുക്കിത് മാറ്റി കൊടുത്താലോ? ആ മാറണം മാഡം. മോളെ ചെന്ന് ഡ്രസ്സ് മാറാം. ഗോപികെ മോളും കൂടെ ചെല്ലേ. ശരി അമ്മ. പതുക്കെ. ചേച്ചിക്ക് തനിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അത് സാരല്ല, ഞാൻ നോക്കാം. പറ്റില്ലെങ്കിൽ നിങ്ങളെ വിളിക്കാം. ചേച്ചി, ഈ ബാഗിന്റെ അകത്ത് മാറി ഉടുക്കാനുള്ള സാരിയുണ്ട്, പിന്നെ കുറച്ച് കോട്ടനും ഓയിന്റ്മെന്റും വെച്ചിട്ടുണ്ട്. കാലൊന്ന് കഴുകി തുടച്ചിട്ട് മരുന്ന് വെക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തുതരാം. വേണ്ട ഗോപു, ഞാൻ ക്ലീൻ ചെയ്തോളാം. നിങ്ങൾ രണ്ടുപേരും പുറത്തു നിന്നോളൂ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി ചേച്ചി, ഞാൻ പുറത്ത് നിൽക്കാം. വാ ചേച്ചി. നമ്മളന്ന് 2 തവണ കൊല്ലാൻ നോക്കിയ സിദ്ധാർത്ഥനല്ലേ ഇപ്പോ അമ്പലത്തിനകത്ത് നമ്മൾ കണ്ടത്? അതേടാ, അവൻ തന്നെയാ സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥൻ ജീവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അവനെ ഇനിയും കൊല്ലാതെ വിട്ടാൽ ശരിയാവില്ല. ഇവനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് വർഷം 3 കഴിഞ്ഞു. എടാ, ഇവനെ നമ്മൾ ഇവിടെ കണ്ട വിവരം ബോസിനെ വിളിച്ച് അറിയിക്കണ്ടേ? അറിയിക്കണം. നമുക്ക് ഇപ്പൊ തന്നെ ബോസിനെ അറിയിക്കണം. വാ പോ. നീ വാ. ഇവർ കുട്ടനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇവർ കുട്ടനെ കൊല്ലാൻ നടക്കുന്നവരാണോ? ഇവരെന്തിന് കുട്ടനെ കൊല്ലണം? ഇവർ പറയുന്ന ബോസ് ആരാ? ഇവരെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ നടത്തിയ നേർച്ചയുടെ ഫലമായിട്ടായിരിക്കും ഇവന്മാരെ എന്റെ കൺമുന്നിൽ എത്തിച്ചത്. ഇവന്മാരെ പിടികൂടിയ കുട്ടന്റെ യഥാർത്ഥ ശത്രു ആരാണെന്ന് എനിക്കറിയാൻ കഴിയും. ഒരു മിനിറ്റ് പറയൂ ദേവു. അനീഷേട്ടാ, അനീഷേട്ട ഒരു പുറത്തു തന്നെ ഉണ്ട്. അവരെ തിരിച്ചറിയാനുള്ള അടയാളം ഞാൻ പറഞ്ഞു തരാം. അവരൊന്ന് ശ്രദ്ധിക്കണം അനീഷേട്ടാ. ഒന്ന് ഹോൾഡ്, ഞാൻ നോക്കട്ടെ.
ദേവിയെ, നീ പറഞ്ഞ രീതിയിലുള്ള രണ്ടുപേരെ ഞാനിവിടെ കണ്ടു. അവര് കുറച്ചപ്പുറത്തുണ്ട്. അനീഷേട്ടൻ അവരെ കണ്ടോ? അവരെന്ത് ചെയ്യോ? അവര് ബൈക്കെടുത്ത് പോകാൻ തുടങ്ങുക. അയ്യോ, അവര് പോവാണോ? അനീഷേട്ടാ, വേഗം ബൈക്കെടുത്ത് അവരൊന്ന് ഫോളോ ചെയ്യണം. ഞാനെന്തിനാ അവരെ ഫോളോ ചെയ്യുന്നത്? അനീഷേട്ടാ, അതൊക്കെ ഞാൻ പറയാം. അനീഷേട്ടാ, ഇപ്പൊ ഞാൻ പറയുന്നൊന്ന് ചെയ്യ്. വേഗം അവരൊന്ന് ഫോളോ ചെയ്യ് പ്ലീസ്. അവരെ മിസ്സാവാൻ പാടില്ല. അതിൽ കാര്യമുണ്ട്. ചേട്ടാ, വേഗം ബൈക്കെടുത്തൊന്ന് പോ പ്ലീസ്. ശരി ശരി, ഞാനവരെ ഫോളോ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ശരി അനീഷേട്ടാ. ദേവിക ഈ വീട്ടിലെ മരുമകളായി വരണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് അമ്മയല്ലേ? അമ്മ ഇപ്പോ ആരുടെ വാക്കുകേട്ടാണ് ദേവികയുടെ ശത്രുവായി മാറിയത്? സിദ്ധുവിനെ അപായപ്പെടുത്താൻ വേണ്ടി അന്ന് നമ്മൾ ഗുണ്ടകളെ അയച്ചിരുന്നില്ലേ? അവന്മാരെ കുറിച്ച് ദേവിക മനസ്സിലാക്കി കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.